ഒരു ഗതിയും പരഗതിയുമില്ലാതെ കിടക്കുക, ഖജനാവിൽ പൂച്ച പറ്റ് കിടക്കുക, 5 പൈസ ഇല്ലാതിരിക്കുക. അപ്പോഴും കോടികളുടെ പർച്ചേസിൽ അഴിമതി നടത്തിയിരിക്കുന്നു ആരോഗ്യവകുപ്പിലെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ചേച്ചി എന്തായിരുന്നു ചെയ്തിരുന്നത് അവിടെ, വീണ ജോർജ്? ഇപ്പോൾ അറിയുന്നത് ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ സമഗ്രമായ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി ഉപകരണങ്ങൾ വാങ്ങിയിട്ടും കാലങ്ങളായി ആരും തിരിഞ്ഞു നോക്കാതെ ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പർച്ചേസിൽ തന്നെ വലിയ അഴിമതിയുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാകത്തിലുള്ളതല്ല, ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ ഒരു പരാതി ലഭിച്ചതിൻ്റെ ഫലമായി ആരോഗ്യമന്ത്രി നേരിട്ട് ഇവയെല്ലാം പോയി കാണുകയും കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് വിവിധ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും തുരുമ്പെടുത്ത് അടച്ചിട്ടിരിക്കുന്നത്. വളരെ കഷ്ടമാണ്. ഇത് നേരിൽ കണ്ട് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് അന്വേഷണമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ കിടന്ന് നശിക്കുന്നത് കോടികൾ കൊടുത്തു വാങ്ങിയ യന്ത്രങ്ങൾ കൃത്യമായ കമ്മീഷൻ വാങ്ങിയവരെ പൊക്കാൻ അന്വേഷണം നടത്തുമെന്ന് മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ഏകഛത്രാധിപതിയെപ്പോലെ പിണറായി വിജയൻ വാഴുകയും അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾ പാടി കൂടെയുള്ളവരെല്ലാം കാരണഭൂതൻ്റെ വാഴ്ത്തുപാട്ടുകൾ പാടി നടന്നപ്പോൾ അതിനിടയിലൂടെ നടന്ന് കിട്ടാവുന്ന സകല അഴിമതിയും നടത്തിയ ഒരു 10 വർഷക്കാലം, ഒരു ദശകം ഒരു ജനതയുടെ ശാപത്തിൻ്റെ കഷ്ടകാലത്തിൻ്റേതായിരുന്നു. കിഫ്ബി എന്ന് പറഞ്ഞ് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ, കുറേ സ്കൂളുകളും റോഡുകളും പാലങ്ങളുമെല്ലാം കെട്ടി ജനങ്ങളെ ഒരു മോഹവലയത്തിൽ നിർത്തി അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന എല്ലാ മേഖലകളെയും മുച്ചൂടും മുടിച്ച് ബന്ധുമിത്രാദികൾക്കും സ്വജനപക്ഷപാതികൾക്കും ആവശ്യം പോലെ വാരിക്കോരി ജോലിയും പരിപാടികളും സംവിധാനങ്ങളും എല്ലാം കൊടുത്ത് കിഫ്ബി പോലുള്ള സംവിധാനങ്ങളിൽ കോടാനുകോടി രൂപ ശമ്പളമെല്ലാം കൊടുത്ത് വാഴുകയും PSC വഴി തങ്ങളുടെ പാർട്ടിയുടെ ബന്ധുമിത്രാദികളെ മുഴുവൻ PSC വഴി കയറ്റി PSCയെ നോക്കുകുത്തിയാക്കി നിർത്തി. ഇന്നിപ്പോൾ അവസാനം വരുന്നൊരു വാർത്ത, PSC ചെയർമാൻ സക്കീറിനെതിരെ PSC അംഗങ്ങൾ തന്നെ മുന്നിട്ട് വന്നിരിക്കുകയാണ്. അവർ പറയുന്നു, ഞങ്ങളെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ചെയർമാൻ ഇതൊക്കെ ചെയ്തത്, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയുന്ന ചേരിതിരിഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ പരസ്പരം പഴിചാരുന്ന പുതിയ യുഗത്തിലാണ് താമസിക്കുന്നത്. 10 വർഷക്കാലത്തെ ഇതെല്ലാം അന്വേഷിച്ചാൽ എന്തൊരു കൊടും പാതകമാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നത് വളരെ സങ്കടകരമാണ്. കിഫ്ബിയുടെ പേരിലുള്ള അഴിമതി, PSCയുടെ പേരിലുള്ള അഴിമതി, PSC വഴി നടത്തിയ അവിഹിതമായ നിയമനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പർച്ചേസ്. നമ്മൾ ടീച്ചറമ്മ എന്നൊക്കെ വിളിച്ച് വളരെ ആരാധിച്ചിരുന്ന, വലിയ ബഹുമാനത്തോടു കൂടി മാത്രം കേരളം കണ്ട ടീച്ചറമ്മ എന്ന ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പോലും കോവിഡ് കാലത്ത് കിറ്റ് വാങ്ങിയതിൽ വലിയ അഴിമതി നടത്തി. അത് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അവർ തടി തപ്പിയെങ്കിലും അപ്പോൾ എല്ലാം മുഖ്യമന്ത്രി എന്ന ഒരച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ട് കേരളത്തിലെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ മുഴുവൻ കാര്യങ്ങളും ധനകാര്യ വകുപ്പിനെയും മറ്റെല്ലാ വകുപ്പുകളെയും സൂചിമനയിൽ നിർത്തിക്കൊണ്ട് ആദ്യത്തെ 5 വർഷക്കാലം ശിവശങ്കറാണ് എല്ലാ മേൽനോട്ടം നടത്തിയതെങ്കിൽ ശിവശങ്കർ സ്വപ്ന കേസിൽ മുങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ പൊക്കിയതിന് ശേഷം KM എബ്രഹാം മോഡലിലുള്ള ചില ആളുകളാണ് മുഴുവൻ അവിടെ ഇരുന്ന് നിയന്ത്രിച്ചതും കരാർ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഘം ആളുകൾ പിണറായിയുടെ ചുറ്റുമിരുന്ന് വാഴ്ത്തുപാട്ട് പാടുകയും കാരണഭൂതനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കിയടിക്കുകയും ആ പൊക്കിയടിയിൽ അദ്ദേഹം വീഴുകയും ആ പൊക്കിയടിയിലൂടെ ഭരണത്തിൻ്റെ ഒരു ഗവേണൻസ് എന്താണെന്ന് നടക്കാതിരിക്കുകയും ആ ഗവേണൻസ് കുത്തഴിഞ്ഞ ഗവേണൻസിൽ എല്ലാവരും വീട് കത്തുമ്പോൾ പുര കത്തുമ്പോൾ വാഴ വെട്ടിയവരുണ്ട്, കഴക്കോലെടുത്തുകൊണ്ട് പോയവരുണ്ട്, തടി ഊരിക്കൊണ്ട് പോയവരുണ്ട്, അടിസ്ഥാനം തോണ്ടിക്കൊണ്ട് പോയവരുണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു ജനതയെ, ഒരു സമൂഹത്തെ 10 വർഷക്കാലം കൊണ്ട് തോണ്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയതിൻ്റെ അനുരണനങ്ങളും കൊച്ചു കൊച്ചു പീസുകളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് വലിയ ഗുഹയിലെ വലിയ പ്രശ്നങ്ങളാണ്. എന്തായാലും ഇതെല്ലാം കൂടി പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ്റിന് മറ്റൊന്നും ചെയ്യാൻ 5 വർഷം സമയം കിട്ടില്ല. ഈ പരിശോധനയ്ക്കും കേസിനും വഴക്കിനും മാത്രമേ സമയം കിട്ടുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ ഗൗരവതരമായ വിഷയമാണ് ഈ ആരോഗ്യവകുപ്പിൽ നടന്നിരിക്കുന്നത്. അതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും നമ്മൾ ഭയക്കുന്നത് സിസ്റ്റം ഈസ് എ സിസ്റ്റം,
തുടർച്ചയാണ് സിസ്റ്റം. കഴിഞ്ഞ സിസ്റ്റത്തിൽ മോഷ്ടിച്ചവർ അവർ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ അവരുടെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഭരണത്തിലും കാണും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിന്നെ ചൊറിയാം, നീ എന്നെ ചൊറിയൂ എന്ന് പറഞ്ഞ് പരസ്പരം രക്ഷിച്ചു കൊണ്ട് പോകുന്നല്ലാതെ ആരും ജയിലിൽ കിടന്നതായിട്ടോ ആരുടെയെങ്കിലും ജോലി പോയതായിട്ടോ സ്വതന്ത്ര കേരളത്തിലോ സ്വതന്ത്ര ഇന്ത്യയിലോ നമ്മൾ കേട്ടിട്ടില്ല, കാണുന്നുമില്ല. അങ്ങനെ വരാതിരിക്കട്ടെ. മുരളീധരൻ വളരെ സത്യസന്ധമായി ഇത് അന്വേഷിക്കുകയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവരെ ജയിലിൽ പിടിച്ചിടുകയും റിക്കവർ ചെയ്യേണ്ട പണം റിക്കവർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പുതിയ ഒരു കൾച്ചർ, അഴിമതിക്കെതിരെയുള്ള ഒരു പുതിയൊരു കുരിശുയുദ്ധം വരുമോ എന്നുള്ളതാണ് മുരളീധരൻ മന്ത്രിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. അതും അല്ല, ഇതും വായ്ത്താരിയായി പോകുമോ? ഇതും കുറച്ച് ദിവസം കഴിയുമ്പോൾ കെ മുരളീധരനും സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ആ ഭീഷ്മ വലയത്തിൽ പെട്ടുകൊണ്ട് പത്മവ്യൂഹത്തിൽപ്പെട്ട് മുരളീധരനും നിരായുധനാവുമോ എന്നതാണ് കാലം ചോദിക്കുന്ന ചോദ്യം. എന്തായാലും തുടക്കം കൊള്ളാം. ഇങ്ങനെ തുടങ്ങി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. മുരളീധരന് മുന്നിലും അല്ലെങ്കിൽ ഇതുപോലെ അന്വേഷണം നടത്തുന്നവരുടെ മുന്നിലും ചുറ്റിലും പത്മവ്യൂഹം തീർത്ത് ഈ അഴുക്ക ശക്തികൾ വീണ്ടും സംഹാര താണ്ഡവമാടുമോ? ഇടതുപക്ഷത്തെ കൈകാര്യം ചെയ്തവർക്ക് വലതുപക്ഷത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ കൈകാര്യം ചെയ്താൽ വീണ്ടും തോൽക്കുന്നത് ജനങ്ങളാണ്. അല്ലെങ്കിലും എന്നും ആത്യന്തികമായി തോറ്റുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ തന്നെയാണല്ലോ. ജനാധിപത്യത്തിൽ തോൽവിയുടെ പക്ഷത്ത് നിൽക്കാൻ ജനങ്ങളും വിജയത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഭരണകൂടവും ഉദ്യോഗസ്ഥ സംവിധാനവും കരാർ വ്യവസ്ഥക്കാരുമുള്ള ഒരു ലോകത്ത് ഈ ജനാധിപത്യത്തിൽ എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരിക? വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ, അതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, മുരളീധരൻ പറയുന്നതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ജനങ്ങൾ തൽക്കാലം നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് കാണിക്കുക, പറഞ്ഞു പോകരുത്. പറഞ്ഞു മാത്രം പോയാൽ ഈ ചെയ്ത് കാണിക്കൽ ഉണ്ടാകില്ല. നിങ്ങൾ ചെയ്തു കാണിക്കണം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം. ആ പണം ഖജനാവിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് ഈ നാട്ടിലെ പാവങ്ങളുടെ, ആദിവാസി മുതൽ സമുദ്രവാസികൾ വരെയുള്ള തീരദേശവാസികൾ വരെയുള്ള ജനങ്ങൾ നൽകുന്ന ഉപ്പും കർപ്പൂരവും തീപ്പട്ടിക്കോലും വാങ്ങുമ്പോൾ നൽകുന്ന ചില്ലിക്കാശിൻ്റെ പണത്തിൽ നിന്ന് കൂടി എടുത്തതാണെന്നുള്ള ബോധ്യം ഇവിടുത്തെ ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും ഉണ്ടാകുമെങ്കിൽ അത്ര കണ്ട് നന്ന്. അങ്ങനെ ഉണ്ടായി ഇതിനൊക്കെ ഒരു അറുതി വരുത്തിയാൽ കാലമേ നിങ്ങളോടൊപ്പം നിൽക്കും. അല്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി പോലെ നിങ്ങളും ഇതൊക്കെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ചർവിത ചർവണമാണെന്ന് പറഞ്ഞ് ജനങ്ങൾ വീണ്ടും അവരുടെ ജോലികളിൽ അവർ അഭിരമിക്കും.